ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ രാവിലെ പിള്ളേർ സ്കൂളിൽ പോകുന്ന കാരണം ചോറ് റെഡി ആയിട്ടുണ്ട്. അവർക്ക് മോര് കറിയും കിഴങ്ങ് മെഴുക്കുവരട്ടിയും വെച്ച് കൊടുത്തു. ഇനി ഞങ്ങൾക്ക് ഉച്ചയ്ക്കത്തേന് ഒരു ക്യാബേജ് ഉണ്ടായിരുന്നു, അതിൻ്റെ പകുതി മതി. പിള്ളേരാണെങ്കിലും കൂട്ടുകയില്ല, അത് കാരണം ഞങ്ങൾ പകുതി എടുത്താണ് അരിഞ്ഞത്. അപ്പോഴത്തേന് തൊട്ടപ്പുറത്തെ വീട്ടിൽ ചേച്ചി നമുക്ക് കുറച്ച് ചക്ക കൊണ്ട് തന്നായിരുന്നു, നല്ല വരിക്കച്ചക്ക. അപ്പോൾ അതുകൊണ്ട് അങ്ങ് എടുത്ത് വെച്ചു. ഇനിയും കുഞ്ഞുണരുമ്പോഴത്തേന് വേഗം ഞാൻ ക്യാബേജ് കുഞ്ഞു കുഞ്ഞായിട്ട് ഞാൻ അരിഞ്ഞെടുത്തു. അപ്പം പച്ചമുളകും സവോള എല്ലാം കൂടിട്ടൊന്ന് പെട്ടെന്ന് നാവിക്ക് വെന്തെടുക്കാം. അങ്ങനെ ഞാൻ ഇവിടെ ക്യാബേജ് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചിരണ്ടി അടുപ്പേ വെക്കാം. പിന്നെ അമ്മ രാവിലെ മീൻ വെട്ടാൻ നിന്നു. ഞാൻ മീനിൻ്റെ കൂടെ നിന്ന കുഞ്ഞെണീക്കുമ്പോൾ പാടല്ലേ എടുക്കാൻ. അപ്പോൾ പിന്നെ അമ്മ ആ ജോലി അങ്ങ് ഏറ്റെടുത്തു. അങ്ങനെ മീൻ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് കടുക് വറുത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജും തേങ്ങായും കൂടെ എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് നാവിക്ക് പെട്ടെന്നൊന്ന് വെന്തെടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കേണ്ട, ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേഗം നാവിക്ക് വെന്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാബേജ് ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേകുമ്പോഴത്തേന് നമുക്ക് വെട്ടി വെച്ചിരിക്കും മീനൊന്ന് പുരട്ടാം. മുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചി ചതച്ചതും കറിവേപ്പില ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് പുരട്ടി വെച്ചു. അപ്പോൾ തോരൻ വേകുമ്പോഴത്തേനും ഒന്ന് പുരട്ടി വെച്ച ഉപ്പ് മുളകൊക്കെ പിടിക്കുമല്ലോ. ഇടയ്ക്ക് കറണ്ടൊക്കെ പോയി, പിന്നെ ഇടയ്ക്ക് ഒന്നും പുരട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതാ മഴയും പെയ്തായിരുന്നു ഇടയ്ക്ക്. ആ ഗ്യാപ്പിൽ ഞാൻ ഓരോന്ന് വേഗം ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത കറണ്ട് പോകുന്നതിന് മുമ്പേ വേഗം ഞാൻ മീൻ വറക്കാനായിട്ട് പാൻ ചൂടായി വന്നപ്പോഴത്തേനും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീനൊന്ന് ഓരോന്ന് ഇട്ട് കൊടുത്തു. പറഞ്ഞപ്പോഴത്തേനും അടുത്ത സെക്കൻഡ് മഴ. ഒഴിച്ച് കഴിക്കാനായിട്ട് നമുക്ക് രസമാണ്. ഇന്ന് രാവിലെ മോരുകറി ഉണ്ടെന്നാൽ മീൻ വെച്ചപ്പോൾ എന്നാൽ രസം വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് തക്കാളി അരിഞ്ഞു, പിന്നെ ചതയ്ക്കാനായിട്ട് ജീരകവും വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം കൂടിയിട്ട് ഇടിയും കല്ലോട്ടിട്ട് ചതച്ചെടുക്കുക. അപ്പോൾ ജലദോഷമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് നല്ല രസമൊക്കെ കൂട്ടി ഫുഡ് കഴിക്കാം. അങ്ങനെ മീൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ മീൻ മാറ്റി കൊടുത്തു. ഇനി നമുക്ക് രസം വെക്കാം. അങ്ങനെ നമ്മുടെ രസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല തിളയ്ക്കുന്ന കണ്ടില്ലേ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഇട്ടപ്പോഴത്തേന് നല്ല മണം രസത്തിന്. അന്നേരം തന്നെ കഴിക്കാൻ നമുക്ക് തോന്നും. അങ്ങനെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് ഇച്ചിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റാക്കി. ഇച്ചിരി പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, നമ്മൾ ഈ സദ്യയിലൊക്കെ കഴിക്കുന്ന പോലെ. അങ്ങനെ നമ്മുടെ ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രസവും മോര് കറിയും പിന്നെ ഇന്നത്തെ പയറുതോരനും ഉണ്ടായിരുന്നു, മീൻ വറുത്തതും, ചോറ് പിന്നെ രാവിലെ റെഡിയാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞാൻ ഒരു ഉച്ചയൂണ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.